എല്ലാ കൂട്ടുകാർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. അരക്കപ്പ് റവയുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള റിങ് മുറുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ അത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളക്കുമ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളക്കുമ്പോൾ ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ ഇളക്കണം. കട്ടകളുണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കണം. റവ വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. കുറച്ച് സമയം കൊണ്ട് തന്നെ റവ നല്ല കട്ടിയായിട്ട് വരും. ഇങ്ങനെ വശങ്ങളിൽ നിന്നൊക്കെ വിട്ടു വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പകരം ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്തെള്ള് ചേർക്കാം. അല്ലെങ്കിൽ വെളുത്തെള്ള് ചേർത്താലും മതി. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 3/4 കപ്പ് അരിപ്പൊടി. ഇത് ഇടിയപ്പത്തിനും പത്തിരിക്കും ഉപയോഗിക്കുന്ന കടയിൽ നിന്നും വാങ്ങിക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തത്. നൈസായിട്ട് പൊടിച്ച വറുത്ത അരിപ്പൊടിയാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് കുഴച്ചെടുക്കാം. ആദ്യമേ വെള്ളം ചേർത്ത് കൊടുക്കണ്ട. റവയുടെ നനവിൽ തന്നെ കുഴഞ്ഞു കിട്ടും. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് വെള്ളത്തിൻ്റെ അളവ് കൂടരുത്. സാധാരണ മുറുക്കിനുള്ള മാവിനേക്കാൾ ഒരല്പം കൂടി കട്ടിയിൽ വേണം മാവിരിക്കാൻ. ഇതാ ഈ ഒരു പരുവത്തിൽ വേണം മാവ് റെഡിയാക്കിയെടുക്കാൻ. ഇനി ഇതിൽ നിന്നും ചെറിയ ഉരുള എടുക്കാം. അത് നമുക്ക് കയ്യിൽ വെച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ വെച്ചോ റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ മുറിച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനെ റിങ്ങിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കാം. നന്നായിട്ട് ഒട്ടണം, അല്ലെങ്കിൽ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ വിട്ടുപോകും. അങ്ങനെ തയ്യാറാക്കിയ മുഴുവൻ മാവും ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ നമുക്കിഷ്ടമുള്ള എണ്ണ എടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. നന്നായിട്ട് ചൂടായിട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ മുറുക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മുറുക്ക് വറുത്തെടുക്കാൻ. ഒന്ന് മൂത്തതിന് ശേഷമേ ഇളക്കാവൂ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. ചൂട് കുറഞ്ഞു പോയാൽ മുറുക്ക് എണ്ണ കുടിക്കും. അതുപോലെ തന്നെ ചൂട് കൂടുകയാണെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് കരിയുകയും ചെയ്യും. നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് കിട്ടുകയുമില്ല. ഇനി എല്ലാം നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ റവ വെച്ച് ഉണ്ടാക്കിയെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള റിങ് മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ലൈക്ക് ഷെയറൊക്കെ ചെയ്യാൻ മറക്കല്ല. വീണ്ടും നല്ല റെസിപ്പിയായിട്ട് കാണാം. ഓക്കെ.